നമുക്ക് തുടങ്ങാം അല്ലേ? നമുക്ക് തുടങ്ങാം. എല്ലാവരും വന്നല്ലോ, നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ജഗദ്വാൻ സാർ ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. കരുണ നിറഞ്ഞ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഉച്ച കഴിഞ്ഞ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടങ്ങളായിട്ട് ഞങ്ങളെ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് ചേർന്ന് വരികയാകുന്നുവല്ലോ. 5-ാം ഞായറാഴ്ച തോറും ഞങ്ങൾക്ക് കിട്ടുന്ന ഈ വലിയ ഭാഗ്യാവസ്ഥ കർത്താവേ, ഞങ്ങൾക്ക് പരസ്പരം കാണുവാനും ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളുടെ കർത്താവെ പരസ്പരം പ്രാർത്ഥനാകൂട്ട അംഗങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുമായിട്ട് ലഭിക്കുന്ന ഈ വലിയേറിയ അവസരം വേണ്ടും പോലെ പ്രയോജനപ്പെടുത്തുവാനുള്ള വലിയ കൃപകളെ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനേ കർത്താവെ. ഇന്ന് ഞങ്ങളെ കർത്താവെ രാവിലെ ആരാധനയ്ക്കൊക്കെ ശേഷം വീണ്ടും കർത്താവെ ഞങ്ങളെ ഒത്തുകൂടുമ്പോൾ അവിടുത്തെ തിരുകൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുവാനേ കർത്താവെ. ഇന്ന് ഞങ്ങളുടെ കൂടിവരവിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ദൈവകൃപയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ അല്പസമയം പുകഴ്ത്തുന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കർത്താവെ കടന്നു വന്ന എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുവാനേ കർത്താവെ. ഇന്ന് പാട്ടുകൾ പാടുവാനുള്ള കൃപകളെ ഞങ്ങൾക്ക് നൽകി തരണമേ. സങ്കീർത്തനം വായിക്കുവാൻ, മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുവാൻ, തിരുവചനം ധ്യാനിക്കുവാനൊക്കെയുമുള്ള കൃപ ഞങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് നൽകി തന്ന് ശക്തീകരിച്ച് ഞങ്ങളെ ഇന്നത്തെ കൂടിവരവ് ഏറ്റവും അനുഗ്രഹവും ചൈതന്യമുള്ളതാക്കി തീർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുവാനേ കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുവാനേ കർത്താവേ. അച്ഛൻ്റെ യാത്രയിലൊക്കെ കൂടെ ഇരുന്ന് തക്ക സമയത്ത് കർത്താവെ അവിടുന്ന് എത്തിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അച്ഛൻ്റെ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായിട്ടായിരുന്ന സ്ഥാനങ്ങളിലും അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപരിച്ച വൻ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. എളിയവരായ അടിയങ്ങളെ എത്രത്തോളം തിരുകരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, നിൻ്റെ കൃപയല്ലാതെ ഒന്നുമില്ലല്ലോ. ഞങ്ങളുടെ ആരുടെയും പെരുപ്പമോ വലിപ്പമോ ഒന്നുമല്ല കർത്താവേ. ഞങ്ങളൊക്കെയും തിരുസന്നിധിയിൽ ആയിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെയൊക്കെ എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ലഭിക്കുന്ന സമയവും സാഹചര്യങ്ങളുമെല്ലാം തിരുനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ ആരെയും ഉയർത്തി കാണിക്കുവാനല്ല കർത്താവേ, നിൻ്റെ തിരുസന്നിധിയിൽ നിൻ്റെ കർത്താവെ തിരുപാദത്തിങ്കൽ ആവോളവും ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിനിയോഗിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ കൂടി വരവിൽ ആദ്യ അവസാനം അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് കടന്നു വന്ന ഞങ്ങളെയൊക്കെയും അനുഗ്രഹത്തോടെ പറഞ്ഞയച്ചു കൊള്ളണമേ എന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. പാട്ട്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. പാപം
ഉയർത്തി വരുന്നിതാ ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിതാ ജയരാജൻ. നിങ്ങൾ ഉണർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേൻ. മഹത്വരാജന നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേൻ. മഹത്വരാജന നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ആനന്ദം നീക്കുവാൻ ആനന്ദമേകുവാൻ. ആനന്ദം നീക്കുവാൻ ആനന്ദമേകുവാൻ. ആത്മനാഥൻ നിന്നെയും വിളിച്ചിടുന്നു. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ലാസനായിരുന്നു നാറ്റം വച്ചിരുന്നു. അവനുരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വച്ചിരുന്നു. അവനുരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. മരണബന്ധനങ്ങളെ വിട്ടുപോരു നീ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ. വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ. ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവേൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവേൻ. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. വായിക്കാം സങ്കീർത്തനം 27-ാമത്തെ സങ്കീർത്തനമാണ് നമ്മളിന്ന് വാക്യപ്രതിവാക്യമായി വായിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 27-ാമത്തേത് അതിപ്പോഴെ നമുക്ക് മിഥുല നമുക്ക് വായിച്ചു തരും. 27-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും?
യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, അതുപോലെ എന്നേക്കും തന്നെ. ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴേ മിസ്റ്റർ കെ തോമസ് നേതൃത്വം നൽകും. ഹല്ലേലൂയ, സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ദൈവം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണപ്പെടുവാനും പിതാവിനെ മഹത്വപ്പെടുത്തുവാനും തൻ്റെ സങ്കടങ്ങളും യാചനകളും തൻ്റെ ആവശ്യങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാനും സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരു ആലയിലെ വിശുദ്ധ ദിവസം കൂടെ കാണപ്പെടുവാൻ ഉയരത്തിലെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നന്ദി കരേറ്റാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവം തമ്പുരാൻ്റെ പാദപീഠമണയാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹല്ലേലൂയ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിലുള്ള 145 കോടി ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ടി വിയിൽ കൂടിയാണെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, മറ്റുള്ള ഹല്ലേലൂയ മീഡിയയിൽ കൂടിയാണെങ്കിലും ആരെങ്കിലും കൂടിയാണെങ്കിലും തിരുവചനത്തിൻ്റെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദാനങ്ങളും ദൈവം ചെയ്യുന്ന നന്മകളും അനുഗ്രഹങ്ങളും നിത്യരാജ്യത്തെ ഓർത്തും ഒരു വ്യക്തി പോലും കേൾക്കാതെ ഇരുന്ന് കാണത്തില്ല എന്ന് നമുക്ക് ഈ സമയം ഓർക്കാം. ഹല്ലേലൂയ, ഈ മനുഷ്യരെല്ലാം കർത്താവേ ഒരു തിരിച്ചുവരവിന് വേണ്ടി കർത്താവിൻ്റെ പാദപീഠം അണയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ മാർത്തോമാ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മേൽപ്പട്ടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പട്ടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ക്രിസ്തീയ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ മർത്തോമക്കാരനും ആയിരിക്കുന്ന സ്ഥാനത്ത് ഓരോ സുവിശേഷകരായി പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ കുടുംബങ്ങളും ഹല്ലേലൂയ യോശുവഭക്തൻ്റെ അനുഭവത്തോടെ തിരുസന്നിധി അണയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്വദേശങ്ങളിലും വിദേശങ്ങളിലും ഉപജീവന മാർഗത്തിന് വേണ്ടി കടന്നു പോയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ ജോലി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്റ്റേറ്റ് ഉണരുവാൻ, ദേശം ഉണരുവാൻ, കുടുംബങ്ങൾ ഉണരുവാൻ, വ്യക്തികൾ ഉണരുവാൻ കൂടുതലായിട്ട് കർത്താവിൽ ആശ്രയപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമ്മുടെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവകയിലുള്ള ഹല്ലേലൂയ 236 ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഭവനങ്ങളിലുള്ള മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലും കിടപ്പിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ അസുഖങ്ങളിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമ്മുടെ ഇടവകയിൽ നിന്ന് വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ഉപജീവന മാർഗത്തിന് വേണ്ടി കടന്നുപോയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം.
അവരുടെ ആലേലിയ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പോക്കിൽ വരവിൽ യാത്രയിൽ പ്രവർത്തനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അവിടുന്ന് കൂടെയിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലുള്ള ആലേലിയ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വദേശങ്ങളിലും വിദേശങ്ങളിലും പഠിത്ത കാര്യങ്ങളിൽ പോയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, വഴുവഴുപ്പുള്ള ലോകമാണല്ലോ, കർത്താവ് ഇവിടുന്ന് കാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കർത്താവിൽ മാത്രം ആശ്രയപ്പെട്ടുകൊണ്ട് എൻ്റെ ദൈവം തമ്പുരാൻ ഇതെല്ലാം കാണുന്നു എന്നുള്ള ചിന്തയോടുകൂടെ ഭയഭക്തിയോടെ തിരുസന്നിധി അണയുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. രാവിലെയും വൈകിട്ടുമെങ്കിലും തിരുവചനം വായിക്കുവാനും അതിൽ ആശ്രയപ്പെടുവാനും അവർക്ക് കൃപ കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇടവകയിലുള്ള കർത്താവെ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സേവ്യാ സംഘം, ഇടവ മിഷൻ, ഹല്ലേലൂയ, സ്തോത്രം, സീനിയർ സിറ്റിസൺ, ഹല്ലേലൂയ, എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശ്വാസ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവക ദേശം ഹല്ലേലൂയ ചുറ്റുപാട് ഉണരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അച്ഛൻ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആരാധനയിൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ തിരുവല്ലയിലുള്ള ഹല്ലേലൂയ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ അവിടുന്ന് വിടുതൽ കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുമിത്രാദികളിൽ, ചാർച്ചക്കാരിൽ, ദേശനിവാസികളിൽ, ഹല്ലേലൂയ ഇടവകയിൽ, ചുറ്റുപാടിൽ രോഗികൾ ഒരുപാടുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ അസുഖങ്ങളുണ്ട്, പലവിധമായത്തിൽ ഭാരപ്പെടുന്നു. പലരും യൗവനക്കാർ കിടക്കയിലായിരിക്കുന്നു, മാരകമായ അസുഖത്തിൽ ബുദ്ധിമുട്ടുന്നു. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ എത്രയോ പേർ ആശുപത്രിയിൽ കിടക്കുന്നു. അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ അസുഖങ്ങൾ, ഹാർട്ട് പേഷ്യൻ്റ്, കിഡ്നി പേഷ്യൻ്റ്, ജോയിൻ്റ് വേദന, ബ്രെയിൻ ട്യൂമർ, ഹല്ലേലൂയ സ്തോത്രം, ഷുഗർ, BP, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, ആക്സിഡൻറ്റുകളിൽ ഒടിവ്, ചതവ്, പൊട്ടലിൽ കഴിയുന്നവരും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ഹോസ്പിറ്റലുകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എന്ത് ചെയ്താലും സൗഖ്യം യഹോവയിൽ നിന്നാണല്ലോ വരുന്നത്. കർത്താവേ, അവിടുന്ന് കനിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ അഹങ്കാരങ്ങളെല്ലാം തീരുന്നത് ഒരസുഖം വരുമ്പോഴാണല്ലോ. കുറഞ്ഞത് കർത്താവേ, മുഖത്തൊരു കുരു വന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ആ ശരീരത്തിൻ്റെ അവസ്ഥകൾ ഹല്ലേലൂയ അന്നേരമേ ഹല്ലേലൂയ മനുഷ്യൻ അറിയാവൂ. മാരകമായ അസുഖങ്ങൾ കർത്താവെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവദാസന്മാർ പലരും പറയുന്നു 90% വീടുകളിലും വലിയമായ അസുഖങ്ങൾ നേരിടുന്നു എന്ന്. യഥാവേ സ്തോത്രം, കനിവ് ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മധ്യസ്ഥ അണയ്ക്കാം. രോഗികൾക്ക് വേണ്ടി യാചിക്കാം. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഇടവകയെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കാം. ഇടവകയുടെ ആത്മീയമായ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ പോക്കിൽ ഹല്ലേലൂയ സ്തോത്രം വിദേശ യാത്രയിലെല്ലാം ഹല്ലേലൂയ സഭയുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ദൈവം തമ്പുരാൻ എല്ലാം അവിടുന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം തമ്പുരാൻ എല്ലാം അവിടുന്ന് നടത്തി കൊടുത്തതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അച്ഛൻ്റെ പോക്കിൽ വരവിൽ യാത്രയിലെ പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവ് നടത്തിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനിയും കർത്താവിൻ്റെ വയലിൽ വേല ചെയ്യുവാനുള്ള കൃപ അച്ഛനും കുടുംബത്തിനും കൂടുതലായിട്ട് അവിടുന്ന് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പോക്കിൽ വരവിൽ യാത്രയിൽ പ്രവർത്തനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുവചന ഘോഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനാണല്ലോ തിരുവചനം ഘോഷിക്കുന്നത്. കർത്താവെ, തേനിലും തെൻകട്ടയിലുമേറിയ തിരുവചനങ്ങൾ അച്ഛനിൽ കൂടി കർത്താവ് അവിടുന്ന് ഹല്ലേലൂയ ഘോഷിക്കുവാൻ കൂടുതലായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് ദൈവവചന ഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കൂടപ്പെട്ട വിശ്വാസ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ കർത്താവിൽ ആനന്ദിപ്പിക്കാനുള്ള കൃപ ഉയരത്തുന്ന സകലർക്കും കൂടുതലായിട്ട് കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹല്ലേലൂയ ഒരു ക്രിസ്തീയ ഉണർവിന് വേണ്ടിയും ദൈവസന്നിധിയിൽ ഒരു പുതുക്കത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലിരുന്ന് കർത്താവിനെ ആരാധിപ്പാനുള്ള കൃപ എല്ലാവർക്കും കൂടുതലായിട്ട് ഉയരത്തുനിന്ന് കർത്താവിൻ്റെ പാദപീഠമാണല്ലോ നമ്മൾ അണഞ്ഞിരിക്കുന്നത്. ആ പാദപീഠത്തിലിരുന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലിരുന്ന് കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാനും ആരാധിക്കുവാനും സന്തോഷിക്കുവാനും ഉയരത്തുനിന്ന് ഓരോരുത്തർക്കും കൂടുതൽ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ലാലി കോശി പ്രാർത്ഥിക്കുന്നതാണ്.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവായ യേശു തമ്പുരാനെ ഒരു പ്രാവശ്യം കൂടെ തിരുപാദമണയുവാനും പിതാവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിയനായി സ്തോത്രം. ജീവനുള്ള കാലമൊക്കെയും അടിയങ്ങൾ പിതാവിനെ സ്തുതിക്കും. പിതാവിൻ്റെ സ്തുതി എപ്പോഴും അടിയങ്ങളുടെ നാവിന്മേലിരിക്കും. അടിയങ്ങളൊന്ന് മാത്രം ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും പിതാവായ യേശു തമ്പുരാൻ്റെ പാദപീഠമണഞ്ഞ് കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് കൂടുതലായിട്ട് കർത്താവിനെ ആരാധിക്കുവാനും അവിടുത്തെ വചനം അനുസരിക്കുവാനും അതും പ്രതി സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ബലപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ വിശ്വാസ സമൂഹത്തെ അവിടുന്ന് കൂടുതലായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു വിശുദ്ധ ദിവസം കൂടെ കാണപ്പെടുവാൻ പിതാവിനെ കർത്താവെ സ്തോത്രം അവിടുത്തെ കുർബാന ഹല്ലേലൂയ സ്തോത്രം സ്വീകരിച്ച് കർത്താവെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കൂടുതലായിട്ട് ഇടയാക്കിയനായി സ്തോത്രം. വീണ്ടും തിരുപ്പാത്തിലേക്ക് അടുത്തു വരുന്നു. സന്ധ്യാസമയത്ത് കർത്താവിനെ ദേവാലയത്തിൽ വന്ന അടിയങ്ങൾക്കെല്ലാം കാലയിലെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ഇടയാക്കിയനായി സ്തോത്രം. ദിനംതോറും കർത്താവിനെ കൂടുതലായിട്ട് ആരാധിപ്പാനുള്ള കൃപ അവിടുത്തെ വിശ്വാസമുഖമായ അടിയങ്ങൾക്കെല്ലാം കൂടുതലായിട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നതെല്ലാം നിർത്തിയതാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവിടെ നിന്നെല്ലാം തന്നതാണ്. അവിടുത്തെ കൃപാദാനം കരുതലാണല്ലോ അടിയങ്ങൾ ജീവിക്കുന്നത്. ദിനംതോറും ഉയരത്തോളം ചിന്തിച്ചുകൊണ്ട് ഭയഭക്തിയോടെ തിരുസന്നിധിയിൽ അണയുവാൻ അവിടുത്തെ വിശ്വാസമുഖമായ അടിയങ്ങൾക്ക് കൂടുതലായിട്ട് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് ദേശമായി ചുറ്റുപാടായി രാജ്യമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു പുതുക്കം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അക്രൈസ്തവ കർത്താവിലേക്ക് അടുത്തു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പുതുക്കത്തോടും പ്രത്യാശയോടും വിശുദ്ധിയോടും നിർമ്മലതയോടും തിരുസന്നിധിയിൽ അണയുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകை ഉണരണം, ദേശം ഉണരണം, ചുറ്റുപാട് ഉണരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും തിരുപ്പാത്തിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, തിരുവചന ഘോഷണത്തിനായിട്ട് അടുത്തു വരുന്നു. അച്ഛനിൽ കൂടെ കേൾക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം. അച്ഛനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ മധ്യസ്ഥയണച്ച എല്ലാ വിഷയങ്ങളും തിരുപ്പാത്തിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് കനിവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗത്തിന് വേണ്ടി യാചിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം തമ്പുരാനെ സ്തോത്രം സ്തോത്രം. എല്ലാവരും അവരുടെ ഹിതയും ഇഷ്ടവും പ്രസാദകരവുമായിട്ട് തിരുവചനത്തിലേക്ക് ആശ്രയപ്പെട്ട് ഭയഭക്തിയോടെ സമാധാനവും സന്തോഷവും പ്രത്യാശയും തിരുവചനത്തിൽ മാത്രം ആശ്രയപ്പെട്ട് മുമ്പോട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകൾക്ക് ഒരു തിരിച്ചുവരവ് അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. അല്പസമയം തിരുസന്നിധിയിൽ ഇരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലിരുന്ന കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണം. ഓരോരുത്തരെയും കൂടുതലായിട്ട് അനുഗ്രഹിക്കണം. എല്ലാവരെയും വരവും കാലം ഒരുക്കണം. ഹല്ലേലൂയ എപ്പോഴും കർത്താവിനെ ആരാധിക്കുന്നവരാക്കി എല്ലാവരെയും അവിടുന്ന് തീർക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ വർഷത്തെ നമ്മുടെ രണ്ടാമത്തെ സംയുക്ത പ്രാർത്ഥനയായി കൂടി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷം, ഈ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് ഇനി 2 പ്രാർത്ഥനകൾ കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഡിസംബറിലും മാർച്ചിലും വരുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിയിട്ട് ഞാൻ പറയാം. നമുക്ക് ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളെ വിധങ്ങളെ ഓർക്കുന്നതിന് നന്ദി പറയുന്നതിനുള്ളൊരു അവസരമായിട്ടാണ് ഞാനിതിനെ എടുക്കുന്നത്. അതിനാധാരമായിട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള വേദഭാഗം 2 ദിനവൃത്താന്തം 33 അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ്. ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആണ് നമുക്ക് ഒരു പാരഗ്രാഫായിട്ടുള്ളത്. അവിടെ 33 അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവന് 55 സംവത്സരം യെരൂശലേമിൽ
വാണു. 32-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യെഹിസ്കിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിൻ്റെ പുത്രന്മാരുടെ കല്ലറകളിലേക്കുള്ള കയറ്റത്തിങ്കൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മരണസമയത്ത് എല്ലാ യഹൂദയും യെരുശലേം നിവാസികളും അവനെ ബഹുമാനിച്ചു. അവൻ്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി എന്നാണ്. ഹിസ്കിയാവെന്നും യെഹിസ്കിയാവെന്നും ഒക്കെ നമ്മൾ ഹിസ്കിയാവെന്നും യെഹിസ്കിയാവെന്നും ഒക്കെ പറയുന്നതായിട്ടുള്ള രാജാവിൻ്റെ മകനാണ് ആര്? മനശ്ശെ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഹിസ്കിയാവിനോട് പറയുന്നുണ്ട് ദൈവം, നിൻ്റെ ഗ്രഹകാര്യം ക്രമീകരിക്കുക, എന്താണ് നീ മരിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് മുഖം ചുവരിനോട് ചേർത്ത് ഏറ്റവും കരഞ്ഞു, പറഞ്ഞു എന്നെ ഇപ്പോൾ എടുത്തു കളയരുത് എന്ന് പറഞ്ഞു. യെശയ്യാവെന്ന് പറയുന്ന പ്രവാചകനാണ് ഈ ഇത് നടത്തുന്നത്. യെശയ്യാവെന്ന് പറയുന്ന പ്രവാചകനാണ് ലൂടെയാണ് ഇത് പറയുന്നത്. എല്ലാം ഉടനെ മരിച്ചു പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതൊരു വലിയ കാര്യമാണ്. അപ്പം സാധാരണഗതി നമ്മൾ പറയുന്നതാണ് ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ദൈവം പറയുന്ന പോലെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേദപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനൊന്നുമല്ല ചെയ്തേക്കുന്നത്. ഇപ്പം ഹിസ്കിയാവിനോട് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു, പക്ഷേ ഇല്ല, അങ്ങനെ മരിച്ചില്ല. നിനവേക്കാരോട് അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു, അങ്ങനെ നശിപ്പിച്ചില്ല. നമ്മൾ സാധാരണഗതി പറയുന്നതിൽ വ്യത്യസ്തനായിട്ടാണ് ദൈവം കാണുന്നത്. ദൈവം അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റായിട്ട് നമ്മൾ പറയുമോ ഞാനവനെ തല്ലുമെന്ന് പറഞ്ഞാൽ നമ്മൾ തല്ലും. ദൈവം അങ്ങനല്ല, തല്ലുമെന്നൊക്കെ പറയത്തേ ഉള്ളൂ. തല്ലുന്നതിന് മുമ്പ് ഉള്ള അവൻ്റെ കണ്ണുനീര് തല്ലിനെ അവനിൽ മാറ്റിക്കളയും. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ഞാൻ പറയുന്നത് അതുകൊണ്ട് വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നത് നമ്മളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ദൈവം തമ്മിൽ അതൊക്കെ നോക്കിക്കണ്ടാണ് അത് ചെയ്യുന്നത്. ഹിസ്കിയാവിനോട് പറഞ്ഞു നീ എൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കും, നീ മരിച്ചു പോകും. അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അതേ യെശയ്യാവിനെ കൊണ്ട് തന്നെ പറയുകയാണ്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിൻ്റെ ആയുസിനോട് എത്ര വർഷം കൂട്ടും? 15 വർഷം കൂടെ കൂട്ടുമെന്ന് പറഞ്ഞു. 15 കൊല്ലം. ഇത് വലിയൊരു കാര്യമാണ്. ഈ ആയുസിനോട് 15 വർഷം കൂട്ടും. അങ്ങനെ 15 വർഷം കൂട്ടുമെന്ന് പറഞ്ഞതിന് ശേഷം 3 വർഷം കൂടെ കഴിഞ്ഞ് ഉണ്ടായ മകനാണ് മനശ്ശെ. അതുകൊണ്ടാണ് മനശ്ശെ രാജാവാകുമ്പോൾ അവൻ എത്ര വയസ്സുണ്ട്? 12 വയസ്സേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അപ്പന് 15 കൊല്ലം കൂടെ കിട്ടിയതുകൊണ്ട് ഭൂമി ജനിച്ച് വീണ മനുഷ്യനാണ് ആര്? മനശ്ശെ എന്ന് പറഞ്ഞത്. അപ്പന് 15 കൊല്ലം കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ പുള്ളി ജനിക്കത്തേ ഇല്ലായിരുന്നു. ചില ആളുകളെ പറ്റി പറയാറല്ലോ, നീ ജനിക്കേണ്ടവനേ അല്ല എന്ന് പറയുന്ന പോലെ ഒരാളാണ് മനശ്ശെ. ജനിക്കേണ്ടവനേ അല്ലായിരുന്നു. എന്നാൽ തമ്പുരാൻ 15 വർഷം ആയുസ് അപ്പന് കൊടുത്തപ്പോൾ ആ വകുപ്പിലെ എന്താണ് നമ്മൾ ഒന്നിൻ്റെ കൂടെ ഒന്നെന്ന് പറയുന്ന പോലെ അപ്പന് 15 കിട്ടിയതിൻ്റെ കൂട്ടത്തിൽ വന്ന ആളാണ് ആര്? മനശ്ശെ. മനശ്ശെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മറക്കുന്നവനാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, യോസഫ് മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിലേക്ക് പോകാനുള്ളത് അദ്ദേഹം സന്തോഷത്തോടെ പോയതല്ല, അദ്ദേഹം അവിടെ പോകേണ്ടി വന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹം രാജാവായപ്പോൾ എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും? നമ്മളെ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം നമ്മൾ വായിച്ചാൽ മതി. ഇപ്പം എടുത്ത് വായിക്കണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താവും? രാജാവായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? തൻ്റെ സഹോദരന്മാർ ചെയ്ത ക്രൂരതയും തന്നെ ഉപദ്രവിച്ചതും ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. കുറഞ്ഞ പക്ഷം പോത്തിഫറിൻ്റെ ഭാര്യയ്ക്കെങ്കിലും 4 എണ്ണം കൊടുക്കണമെന്ന് ചിന്തിക്കത്തില്ലേ? നമ്മൾ പറ ഇപ്പോഴത്തെ ഓരോ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ ആണുങ്ങൾക്കെതിരായിട്ടും പെണ്ണുങ്ങൾക്കെതിരായിട്ടും ഉള്ള സംഗതികൾ വരുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോത്തിഫറിൻ്റെ വൈഫിനെങ്കിലും നടനം കൊടുത്തേനെ, ബാക്കിയെല്ലാം പോട്ടെന്ന് വെച്ചേനെ. ഏതാ സഹോദരൻ അങ്ങനെ. എന്നാൽ തനിക്ക് ആദ്യത്തെ മകനുണ്ടാകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം വീട്ടിൽ പോയി വായിച്ചോ, 41-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ യോസഫ് പറയുന്നുണ്ട്, എൻ്റെ പിതൃഭവനവും എൻ്റെ ചേട്ടന്മാരൊക്കെ ചെയ്തതിനെ മറക്കാൻ ദൈവം എനിക്കൊരു മകനെ തന്നെന്ന് പറഞ്ഞിട്ട്, മറക്കാൻ ഒരു മകനെ തന്നെന്ന് പറഞ്ഞിട്ട് എന്തിട്ടു? മനുഷ്യന് പേരിട്ടതാണ് മറക്കുക എന്ന് പറയും. ചില കാര്യങ്ങൾ മറക്കണം നമ്മൾ. ആളുകളുള്ള പക, വിദ്വേഷം, വൈരാഗ്യം, ഇതൊക്കെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് പ്രധാനമായ കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുമുണ്ട്, ചില കാര്യങ്ങൾ മറക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പം ഈ ഭദ്രാസന കളക്ഷനുമായി ബന്ധപ്പെട്ട് ദോഹായിൽ പോയപ്പം ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അപ്പനും അമ്മയും ഒരു മോളുമാണ് ഉള്ളത്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, അച്ഛോ എന്തൊക്കെ പ്രോജക്ട്സാണ് ഉള്ളത് നമ്മുടെ ഭദ്രാസനം? അപ്പോൾ ഞാനിങ്ങനെ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞു.
ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചിൽഡ്രൻ്റെ കാര്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഈ അമ്മയെന്ന് പറഞ്ഞാൽ വലിയ പ്രായമൊന്നുമുള്ള ഒന്നുമല്ല, നമ്മുടെ ഈ ജൂബിയുടെയൊക്കെ പ്രായം അത്രയുമാണ്, കഷ്ടിച്ചാണ് അത്രേ ഉള്ളൂ. അപ്പോൾ എന്നോട് എന്തോ ഒന്ന് പറയാഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ പറ്റുന്നില്ല, ഭയങ്കര ഇങ്ങനെ എന്തോ അച്ഛനോട് പറയണം എന്നുള്ള ഇതാണ്. അപ്പോൾ എനിക്കിത് മനസ്സിലാകുന്നുണ്ട്, അവർക്കിങ്ങനെ അവരുടെ മനസ്സിങ്ങനെ വിങ്ങി പൊട്ടുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? പെട്ടെന്ന് ഞാൻ അതങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഞാനങ്ങനെ ചോദിക്കുന്നത് പ്രതീക്ഷിച്ചില്ല. ഞാൻ ചോദിച്ചു, മോക്ക് വല്ലതും പറയാനുണ്ടോ എന്നോട്? ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ പറ, കേൾക്കാം. പറഞ്ഞു, ഞങ്ങളൊരു 3-4 വർഷം മുമ്പ് ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ മോളും കൂടെ ഞങ്ങൾ നാട്ടിൽ പോയി. അപ്പോൾ ഹസ്ബൻഡിന് കണ്ണിനൊരു ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസത്തേക്കാണ് പോയത്, ഒരാഴ്ച കണ്ണിന് ടെസ്റ്റ് ചെയ്യണം. അപ്പം പുള്ളിയുടെ ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞപ്പം കുറേ സമയമുണ്ട് അവിടെ, കുറേ സമയമുണ്ട്. അപ്പോൾ അന്നേരം അവിടുത്തെ ആളുകൾ പറഞ്ഞു, നിങ്ങളിവിടെ വേണമെങ്കിൽ കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നമ്മളെന്തിനാ നോക്കും, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ചുമ്മാ സമയമുണ്ട്, ചുമ്മാ എന്നാൽ നോക്കിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയുടെ നോക്കി, അത് കഴിഞ്ഞിട്ട് മോളുടെ നോക്കിയിട്ട് അങ്ങ് പോയി. എന്നിട്ട് ആ ഒഫ്താൽമോളജിസ്റ്റ് വന്നിട്ട് ഈ അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഈ മോളെ നിർബന്ധമായിട്ടും അത്യാവശ്യമായിട്ടും കൊണ്ടുവന്ന് ഇവർക്ക് ഒരു MRI സ്കാൻ അവളുടെ തലയുടെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്നെ അവൾക്ക് കാണാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പുസ്തകം എടുത്തുകൊണ്ട് കൊടുത്ത് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഈ MRI സ്കാൻ മോളുടെ അത്യാവശ്യമായിട്ടും ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 2-3 ദിവസം കൂടെ അവധിയുള്ളൂ. ഇദ്ദേഹം ചെറിയ ജോലിക്കാരനൊന്നുമല്ലോ, നല്ല വലിയ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, ഇത് പ്രയാസമാണ്. അയ്യോ, അന്നേരം അതോട് പറഞ്ഞു, ഞാൻ പറയുന്നു നിങ്ങളൊരു MRI സ്കാൻ എവിടെയെങ്കിലും ചെയ്തിട്ട് പോകാവുന്നു. അപ്പോൾ അവരുടെ പരിചയത്തിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം ഒരാളിനെ വിളിച്ചപ്പോൾ ഒരു കാര്യം, വാ, MRI ഒന്നും ചെയ്യണ്ട, MRI വലിയ ചടങ്ങാണ്, ഒരു CT വേണം, നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഇത്രയും അയാൾ പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് ഈ പറഞ്ഞ കണ്ണ് ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പോൾ സീരിയസ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അയാൾ ചുമ്മാ കണ്ണ് ഡോക്ടറിനാണോ, തലയുടെ കാര്യം കണ്ണ് ഡോക്ടർ തന്നെ അറിയാമെന്ന്, അയാൾ കണ്ണിൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, ചുമ്മാ എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു, പക്ഷേ ഒരിക്കലും ഒരു കണ്ണു ഡോക്ടർ ഇത്ര ഖണ്ഡിതമായിട്ട് ഇത് ചെയ്യണമെന്ന് പറയത്തില്ല. എനിക്ക് ഒരു ഉറപ്പാണ്, കൊച്ചിന് യാതൊരു കുഴപ്പമില്ല, പക്ഷേ ഒരാൾ ഇത്രയും ഖണ്ഡിതമായിട്ട് നിങ്ങൾ നോക്കണം എന്ന് ഇത്രയും ഒരു ഡോക്ടർ ഇതുവരെ വാശി പിടിച്ച് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ MRI സ്കാന് ചെയ്യാനായിട്ട് പോയി. MRI സ്കാൻ ചെയ്യാൻ അറിയാമല്ലോ, MRI സ്കാൻ ചെയ്തിട്ടുള്ളവർക്കറിയാം, ഭീകരമാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതി ചെയ്യുന്ന CT ചെയ്യുന്ന സ്കാൻ പോലൊന്നുമല്ല, ഒരു വലിയ ഗുഹയ്ക്കകത്തോട്ട് നമ്മളെ കയറ്റി വിടുന്നതായിട്ടുള്ള ഭീകരമായിട്ടൊരവസ്ഥയാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ കൊച്ചിനെ കയറ്റി വിടണമെന്നൊക്കെ അവർക്ക് വലിയ പ്രശ്നമുണ്ട്. കയറി കഴിഞ്ഞപ്പോട്ട് ഇറങ്ങി വന്ന റിപ്പോർട്ട് വന്നപ്പോഴാണ് പറയുന്നത്, ഈ കുഞ്ഞിൻ്റെ തലയ്ക്ക് ഒരു ട്യൂമറുണ്ട്, എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്യണം. കണ്ണിൻ്റെ ഉൾപ്പെടെ ഈ സ്ഥലത്തെ എല്ലാം അത് ബാധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടി വായിക്കുന്നുണ്ടെങ്കിലും എല്ലാ അക്ഷരവും ഒക്കെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം വേദപുസ്തകം നമ്മൾ വായിക്കാമെന്ന് വിചാരിക്കുക. വേദപുസ്തകം വായിക്കുമ്പോൾ യഹോവൻ്റെ ഇടയനാകുന്നുള്ളത് നിങ്ങൾ കാണുന്നില്ലേലും ചിലപ്പോൾ അത് കൂട്ടത്തിലൊക്കെ വായിച്ചു പോകും. ചിലപ്പോൾ ഇടയനാകുന്നതിൻ്റെ യായും നായും ചിലപ്പോൾ കാണത്തില്ല, മിസ്സായി പോകും. പക്ഷേ നമ്മളത് വായിക്കും. ഇതാണ് ആക്ച്വലി ഈ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ കാര്യമാണ്. എന്നിട്ട് വളരെ എമർജൻസി ആയിട്ട് തന്നെ വേറെ 2-3 ഡോക്ടേഴ്സിന് വെല്ലൂർ പലയിടത്ത് അയച്ചു കൊടുത്ത് പറഞ്ഞു, ഈ ഫൈൻഡിങ് കറക്റ്റ് ആണെങ്കിൽ ഈ കുട്ടിക്ക് എത്രയും വേഗം സർജറി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഭയങ്കര റിസ്ക്കുള്ള സർജറിയാണ്. അങ്ങനെ ഈ സംഗതി കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഈ കുട്ടിയുടെ ബ്രെയിൻ സർജറി ചെയ്ത് ആ ട്യൂമർ അവിടുന്ന് നീക്കം ചെയ്തു. പിന്നെ ഇനി പഠിക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് അറിയത്തില്ല, വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോയത്. പറഞ്ഞു അച്ഛൻ നിൽക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പോയി. എന്നാൽ ദൈവം നല്ലവനായതുകൊണ്ടും വിശ്വസനായതുകൊണ്ടും അച്ഛൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മോളെ നോക്ക്, നല്ല മിടുക്കിയായിട്ട് അവൾ വരികയാണ്, 12ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഈ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾ ചിലതൊക്കെ ഓർത്തച്ചു എന്ന് പറഞ്ഞു. മനസ്സിലായി? നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമുക്ക് മറക്കാനും സാധിക്കണം, ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാനും സാധിക്കണം. ഒരു മനുഷ്യനോട് ഞാൻ പള്ളിയിൽ പറഞ്ഞു, ദൗഹായി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ചെറിയ തുകകൾ, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നുള്ള ചെറിയ തുകകൾ തരാൻ പറ്റുമോ? അത് മതി, വലുതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്,
അപ്പം എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ചെറിയ തുകയായാലും മതിയെന്ന് പറഞ്ഞല്ലോ. അത് അച്ഛൻ എനിക്ക് ജോലിയില്ല, എൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണ് ജോലിയുള്ളത്. വലിയ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ പോകുന്നത്. പക്ഷെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങളുടെ മനസ്സിൽ കൂടെ തോന്നി എന്തെങ്കിലും തരണമെന്ന്. അതുകൊണ്ട് ഒരു 3000 രൂപയുടെ ഒരു ചെക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. 3000 ഇന്ത്യൻ മണി 3000 രൂപയുടെ ചെക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇതിങ്ങനെ എഴുതാനായിട്ട് കാരണം. അത് പറഞ്ഞു, അച്ഛനത് പറഞ്ഞപ്പം എൻ്റെ അമ്മ പണ്ട് 10 കോഴിമുട്ട കിട്ടുമ്പോൾ ഒരു മുട്ട പള്ളി കൊടുത്തതിനെയും 10 നാളികേരം കിട്ടുമ്പോൾ ഒരു നാളികേരം പള്ളി കൊടുത്തതിനെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പട്ടിണി കിടക്കുമ്പോൾ ഒരു നുള്ള് അരി പള്ളിയിലേക്ക് മാറ്റി വെക്കുന്നതിനെയൊക്കെ ഓർത്തപ്പം ഞങ്ങൾക്ക് തികഞ്ഞിട്ടല്ലോ. ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളുടെ അമ്മ കൊടുത്തതിനെ ഓർത്തപ്പോൾ എൻ്റെ ഇല്ലായ്മയിൽ എൻ്റെ എല്ലാം തികഞ്ഞിട്ടല്ല, എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഞാനിതൊക്കെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞു. നമുക്കിതൊക്കെ കണ്ടിട്ട് നമുക്ക് ഓർക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് മറക്കുന്നവരാണ്, നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നവരാണ്. ഇപ്പം ഞാൻ സാധാരണഗതി ഞങ്ങൾ അച്ഛന്മാർ പറയാറുണ്ട്, നമ്മളൊരു 10 പ്രാവശ്യം ഒരു വീട് വിസിറ്റ് ചെയ്യും. 10 പ്രാവശ്യം ഒരു വീട് വിസിറ്റ് ചെയ്യും. 11ാമത്തെ പ്രാവശ്യം എന്തെങ്കിലും കാരണത്താൽ ആ വീട് നമുക്ക് പോകാൻ പറ്റിയില്ല, എന്തോ അത്യാവശ്യം നമുക്ക് പറ്റിയില്ല. പിന്നെ അവർ നമ്മളെ കണ്ടിടമില്ല, പിന്നെ നമ്മൾ കണ്ടാൽ നമ്മൾ തിരിച്ചങ്ങ് പോകും. എന്നിട്ട് ഈ 11ാമത്തെ പ്രാവശ്യം ആ വീട്ടിൽ ചെല്ലാത്തതിനെ പറ്റിയാണ് അവർ പറയുന്നത്. അതിന് മുമ്പ് 10 പ്രാവശ്യം. ശ്രദ്ധിക്കണം, ചില ആളുകൾ എങ്ങനെയാണല്ലോ, ഈ ഭർത്താവ് ഇതുവരെ ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി ഒന്നും ഓർക്കത്തില്ല, എന്തെങ്കിലും ഒരു കാര്യം അയാൾ മറന്നതാണ് ഓർക്കുന്നത്. ഭാര്യ പോലെയാണ്, എല്ലാം നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ വിട്ടുപോകും പെട്ടെന്ന് നമ്മൾ. അതുകൊണ്ടാണ് 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. 10 പേര് സുഖമായി, 9 പേര് മറന്നുപോയി. എന്ത് മറന്നുപോയി? ഞങ്ങൾ കുഷ്ഠരോഗികളാണെന്നും ഞങ്ങൾക്ക് ഈ വലിയ പ്രതിസന്ധിയിലൂടെ അപമാനത്തിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ പോയെന്നും എന്നാൽ അവിടുന്ന് ഒരു രക്ഷകൻ ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്നുള്ളതും അവർ മറന്നുപോയി. പെട്ടെന്ന് മറന്നുപോയി. അങ്ങനെ പെട്ടെന്ന് മറന്നുപോയപ്പോൾ ഒരുത്തൻ മാത്രം അത് ഓർത്തു എന്നുള്ളതാണ്. മനസ്സെന്ന് പറയുന്നത് മറക്കുന്നവനാണ്. ദൈവം നടത്തിയ വഴികളെ മറന്നുപോയി എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതായ ദേഷ്യവും കുശുമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. എന്തുമാത്രം നന്ദിയുള്ളവനായിരിക്കണമായിരുന്നു മനുഷ്യൻ? ഇതൊരു ചോദ്യമാണ്. എന്തുമാത്രം? അപ്പോൾ നമ്മൾ പറയും അത് എന്തുമാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അപ്പനെ മുതലുള്ള നന്ദി പറയണം. അപ്പൻ ആയുസ് നീട്ടി കൊടുത്തത് മുതൽ ഉള്ള നന്ദി മുഴുവൻ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പാട്ട് പാടും, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാന്ന് പറയുന്ന പോലെ അവൻ്റെ ജീവിതത്തിന് മുമ്പ് തന്നെ അപ്പൻ്റെ ജീവിതം മുതൽ നന്ദി പറഞ്ഞു തീർക്കാൻ തക്കവണ്ണമുള്ള ഒരാളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ പെട്ടെന്ന്, ഇപ്പം ഉദാഹരണത്തിന് മോശ അങ്ങോട്ട് സീനായ് മലയിലോട്ട് പോയി. വളരെ അത്ഭുതകരമായിട്ട് ഇസ്രായേൽ മക്കളെ ദൈവം തമ്പുരാൻ മിസ്രൈമിൽ വിടുവിച്ചുകൊണ്ട് വന്നതാണ്. അവർക്ക് കഴിക്കാനുള്ള ആഹാരം, കുടിക്കാനുള്ള വെള്ളം. ആലോചിച്ച് നോക്കിയേ, നമ്മൾ ലോകത്തിലെ സാധാരണ ഇത് പറയുന്നതാണ്, ഒരു പണിയും ചെയ്യാതെ നമ്മുടെ മക്കൾക്കാണെങ്കിൽ എത്ര വർഷം ചിലവിന് കൊടുക്കും? ഒരു പണിയും ചെയ്യാതെ എത്ര കൊടുക്കും പറ? 25 വയസ്സാകുമ്പോൾ നമ്മൾ എന്നാ പറയും? ഒന്നും പറയത്തില്ല, എന്നാലും പറയും, വേണ്ട നിൻ്റെ കൂടെ പഠിച്ചവനാ ആ തെക്കേലെ രമേശൻ, നിൻ്റെ പ്രായമാ, അവൻ എത്ര രൂപ ആ മാസം ഉണ്ടാക്കുന്നത് എന്ന് പറയത്തില്ലയോ? പറയും. പെമ്പിള്ളേരോടാണെന്ന് പറയത്തില്ലയോ? ഇനി നിൻ്റെ പ്രായമുള്ളതാ, കണ്ടോ, നീ നോക്ക്, കണ്ടുകൂടെ? നമ്മൾ പറയത്തില്ലയോ? നമ്മൾ പറയും സ്വാഭാവികമായിട്ടും. 40 കൊല്ലം ഒരു പണിയും ചെയ്യാതെ ചെലവിന് കൊടുത്ത ആളുടെ പേരാണ് ദൈവം. ഇസ്രായേൽ മക്കൾ 40 വർഷം നല്ല ഭക്ഷണം. ശ്രദ്ധിക്കണേ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായി നിന്നെന്നാണ്. ഞാൻ ഈ ഗൾഫിൽ പോയപ്പോഴാണ് മനസ്സിലായത്, പകൽ മേഘസ്തംഭമായി നിന്നില്ലെങ്കിൽ അവിടെ ജീവിക്കാനേ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്, നമ്മൾ കരിഞ്ഞു പോവും, അത്ര ചൂട്. പകൽ ദൈവം മേഘമായിട്ട് നിന്നു. ആ വെയിൽ അവൻ്റെ ദേഹത്ത് അടിക്കാതിരിക്കാൻ പകൽ ദൈവം ഒരു മേഘമായിട്ട് നിന്നു. രാത്രിയിലെ അസഹ്യമായ തണുപ്പിൽ അവൻ മരവിച്ചു പോകാതെ ദൈവം അഗ്നിയായിട്ട് നിന്നു. ഈ ദൈവം മേഘമായി നിന്നതും ദൈവം അഗ്നിയായി നിന്നതും പെട്ടെന്ന് മറന്നുപോയവർ ഒരു കാളക്കുട്ടി അവരുണ്ടാക്കി എന്നുള്ളതാണ്. ആലോചിക്കണം, എത്ര പെട്ടെന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു 25 വർഷം മുമ്പത്തെ അല്ലെങ്കിൽ 30 വർഷം മുമ്പത്തെ നമ്മുടെ പുല്ലങ്കോടിൻ്റെ അനുഭവങ്ങളെ 30 വർഷം കഴിഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ മറന്നുപോയി. നമ്മളെ നടത്തിയ വഴികളെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഓർക്കുന്നത്. ഇത് നമ്മൾ ആഴമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിനെ ഓരോന്ന് കണക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ഈ നോഹയുടെ കാലത്ത് പ്രളയത്തിന് ശേഷം പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്ന നോഹ ചെയ്യുന്നത് ഒരു യാഗം ദൈവത്തിന് അർപ്പിച്ചു എന്നുള്ളതാണ്.
ആ യാഗത്തിൻ്റെ സ്മെല്ല് ദൈവത്തിൻ്റെ മൂക്കിൽ അടിക്കുമ്പോഴാണ് ദൈവം പറയുന്നത് ഞാൻ ഇനി ഭൂമിയെ നശിപ്പിക്കത്തില്ലെന്ന്. അതുവരെ ദൈവം പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നടത്തിയതിനെപ്പറ്റി നന്ദി പറഞ്ഞു എന്നുള്ളതാണ്. നന്ദി പറയുമ്പോഴാണ് ദൈവം പറഞ്ഞത് ഓക്കെ നീ ഇത്ര നല്ലവനായിരുന്നു, മനുഷ്യർ ഇത്ര നല്ലവരാണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഭൂമിയെ ഇതുപോലെ നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയാണ്. അതുകൊണ്ട് മനുഷ്യനുമായിട്ടുള്ള കരാറുകളാണെങ്കിലും ദൈവം മനുഷ്യനുമായിട്ട് വെക്കുന്നതിനല്ല ഉടമ്പടി എന്നാണ് നമ്മൾ പറയുന്നത്. കോൺട്രാക്റ്റ് അല്ല, കവനൻ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. കരാർ എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്, ഉടമ്പടി എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്, കോൺട്രാക്റ്റ് എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്, അതുപോലെ തന്നെ കവനൻ്റ് എന്നുള്ള വാക്കുണ്ട്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യുന്നതിനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം മരിക്കാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ മരണമില്ലാത്തതുകൊണ്ട് എന്നും നിൽക്കുമെന്നുള്ളതാണ്. കരാറിൻ്റെ പ്രത്യേകത രണ്ട് കൂട്ടരിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കരാർ അവസാനിക്കും. രണ്ടുപേരും തമ്മിൽ കരാറുണ്ടാക്കി, ഒരാളുടെ മരണത്തോടുകൂടി ആ കരാർ ഇല്ലാതായിത്തീരും. എന്നാൽ ദൈവവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി ആയതുകൊണ്ട് ദൈവം എന്നും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എന്നും അത് നിലനിൽക്കും. അതിൻ്റെ അർത്ഥം ഇന്നും ജലപ്രളയം ആലോചിച്ച് നോക്കിയാൽ നോഹയുടെ കാലത്തുള്ളതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇന്ന് പാപത്തിൽ നമ്മൾ ജീവിക്കുന്ന. നമ്മൾ ആലോചിക്കണം, നോഹയുടെ കാലത്തുള്ളതിനേക്കാൾ അതിനേക്കാൾ എത്രയോ ഭീകരമാണ്. ഓരോ ദിവസവും നമ്മൾ പത്രം വായിച്ചു കഴിഞ്ഞാലും TV കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ഭീകരമായിട്ടാണ്. നമുക്ക് 72 ദിവസത്തിന് ശേഷമാണ് അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലത് എന്നോടൊരാൾ, ഞാൻ വാർത്തകളൊന്നും എനിക്ക് അങ്ങനെ വായിക്കാൻ പത്രമൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ട് വാർത്തകളൊന്നും വായിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു 72ാമത്തെ ദിവസം കിട്ടി. ഞാൻ പറഞ്ഞു ശരിക്കും കിട്ടിയോ? നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു 72ാമത്തെ ദിവസം. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തെല്ലാം വ്യാജ വാർത്തകൾ ഈ യൂട്യൂബ് ചാനലുകാർ എന്തെല്ലാം വ്യാജ വാർത്തകൾ അതിൻ്റെ പേര് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കയറ്റി കൊണ്ടുവന്ന തടി ചന്ദനത്തടികളായിരുന്നെന്നും ഈ ലോറി ഇത്രയും ദിവസമായിട്ട് വലിയ ലോറി അവിടെ വീണിട്ടില്ല എന്നും ഈ ലോറി വേറെ ഏതോ സ്ഥലത്തേക്ക് കടത്തിയെന്നും അവരെല്ലാം ഭയങ്കരമായ കൊള്ളക്കാരും കള്ളന്മാരുമാണെന്നും ഒക്കെ പറയുകയും ആ കുടുംബത്തെ മാനസികമായിട്ട് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്ത എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? വലിയ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. എത്രയൊക്കെ കള്ളത്തരങ്ങളാണ് അവരൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. അതിൻ്റെ ആ ലോറിയുടെ ഉടമസ്ഥനെ പറ്റി എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞറിയാമോ? അയാളുടെ മതത്തെപ്പറ്റി വരെ പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിതെല്ലാം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെയാണ് ഈ പാപത്തിൻ്റെ ഏത് അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്? ഒരു നല്ല കാര്യം നമ്മൾ മറന്നു പോകും പെട്ടെന്ന്. അവർ ചെയ്ത കുഴപ്പങ്ങളാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാനിവിടുന്ന് എത്ര നല്ല പ്രസംഗം ചെയ്താലും ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ എൻ്റെ വായിൽ നിന്നൊരു മോശം വാക്ക് വന്നാൽ ഞാൻ 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അത് ഓർത്തിരിക്കും. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ഞാൻ പഴയ പള്ളികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അച്ഛൻ അന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നുണ്ടെന്ന്. എന്തുവാ അത് ഞാൻ മറന്നേ പോയി. നമ്മൾ അന്നേരം പറയുന്നതല്ല, പിന്നെ ഓർക്കത്തില്ല. അത് ഓർത്തിരിക്കുക ഇപ്പോഴും. ഞാൻ പറഞ്ഞു ഈ സാധനം മറക്കണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ വേറെ കുറേ കാര്യം ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ പങ്കിടണം, നിങ്ങൾ കരുതണം, ഇതൊന്നും ഓർക്കത്തില്ല. അതൊക്കെ ഞങ്ങൾ അന്നേരേ അങ്ങ് പള്ളി ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കേൾക്കുകയല്ല, പിന്നെ അടുത്ത ഭാഗം കേട്ടാൽ തന്നെ ഇറങ്ങുമ്പോൾ അങ്ങ് മറക്കും. ഇതാണ് പറയുന്നത്. അപ്പോൾ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാര്യമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്ന കഥയിൽ ഒരാടിനെ ഓർക്കാനായിട്ട് ഒരു ഇടയൻ സാധിച്ചു എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് നോക്കി, ഈ മുടിയനായ പുത്രൻ്റെ കഥ കർത്താവ് പറയുന്ന സമയത്ത് ആ മകൻ തൻ്റെ അപ്പനെ ഓർത്തു. ശ്രദ്ധിക്കണം, ഓർത്തപ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ ചെയ്തത് എന്തെല്ലാം വലിയ കുഴപ്പമായിരുന്നു എന്നുള്ളത് അവൻ ചിന്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കുമ്പസാരത്തെ പറ്റി പറയുമ്പം പലപ്പോഴും പറയാണ്ട് കുമ്പസാരത്തെ പറ്റി പറയുമ്പോൾ സാറിന് 3 കാര്യങ്ങളുണ്ടാവണമെന്ന് പറയും. ഒന്ന്, ആദ്യം നമ്മുടെ മനസ്സിലിത് വരണം. 2, നമ്മുടെ വായിൽ നിന്ന് വെളിയിലേക്ക് വരണം, തീരുന്നില്ല. 3, നമ്മൾ അതേ തുടർന്ന് ഇനി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയും വേണം. മുടിയനായ പുത്രൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അപ്പനെ ചെയ്തതിനെപ്പറ്റി, അപ്പൻ്റെ വീട്ടിലെ നല്ല കാര്യങ്ങളെപ്പറ്റി, താൻ ചെയ്തതിനെപ്പറ്റി അവൻ ഓർത്തു. അന്നേരം അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ആക്കുന്നുണ്ട്, ഞാനിവിടെ വിശപ്പുകൊണ്ട് തളർന്നു പോകുമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയാം, അപ്പം ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നായിരുന്നെങ്കിൽ ആ പന്നിക്കുഴി തീർന്നേനവൻ. എനിക്ക് പാപബോധമുണ്ട്, കുറ്റബോധമുണ്ട്, ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ആ പന്നിക്കുഴി തീർന്നേനെ. എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും എന്ന് പറയുന്നതാണ് എൻ്റെ അപ്പനെ ഓർക്കുക എന്ന് പറഞ്ഞത്. അതാണ് ഓർക്കുക എന്ന് പറഞ്ഞത്. അല്ലാതെ അപ്പനെ ദൂരെ നിന്ന് ഓർക്കുന്നതല്ല.
അതൊരു വലിയ അനുഭവത്തിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറയുന്നതായ യോസഫ് എന്ന് പറയുന്നത് ചില പകയും വിദ്വേഷവും കോപവും ഒക്കെ മറക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്, നമ്മൾ ഓർത്തോണം. അതേസമയം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ ചട്ടങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ നന്മകളും ഒക്കെ പ്രാപിച്ചിരിക്കുന്ന നമ്മൾ അതെന്നും അത് ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ മനുഷ്യനെ പറ്റി ഈ 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിൽ അദ്ദേഹം ചെയ്തേക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഒത്തിരി കുഴപ്പങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം ബാലിന് അദ്ദേഹത്തിൻ്റെ ബലിപീഠങ്ങളൊക്കെ അർപ്പിക്കുന്നതിനൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്തെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങനെ മനുഷ്യ യഹോവ ഇസ്രായേൽ പുത്രന്മാരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദയെയും യെരുശലേം നിവാസികളെയും സ്വന്തമായി തെറ്റിയെന്ന് അല്ല പറഞ്ഞേക്കുന്നത്, പിന്നെന്താ നാട്ടുകാരെ മുഴുവൻ തെറ്റിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചോണം, നമ്മൾ മുന്നിൽ പല കാര്യങ്ങൾക്ക് നിൽക്കാറുണ്ട്. നമ്മൾ മൂലം എത്രയോ പേര് തെറ്റിപ്പോകുമെന്നറിയാമോ? നമ്മൾ മൂലം എത്രയോ പേര് തെറ്റിപ്പോകും. ഒറ്റ വാചകമാണ് നമ്മുടെ പത്രോസ് പറയുന്നത്: ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. തോമസേ നീ ഇവിടെ പറഞ്ഞേ, ഫിലിപ്പോസേ നീ ഇവിടെ പറഞ്ഞേ, നഥനയാലേ നീ ഇവിടെ പറഞ്ഞേ. അയാൾ പറഞ്ഞേ ഇല്ല, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഞങ്ങളും വരുന്നു. ഇത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആളുകൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു രാജാവായിരുന്ന മനുഷ്യ തെറ്റിപ്പോയപ്പം അവൻ്റെ ദേശത്തുള്ള എല്ലാവരും തെറ്റിച്ചു കളഞ്ഞു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനായോഗത്തിൻ്റെയും ഒക്കെ ചുമതലാ സ്ഥാനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ ചിലപ്പം പറയും, നമുക്ക് ഇന്ന് വേണ്ടടി പ്രാർത്ഥന, തീർന്നു, അന്ന് പ്രാർത്ഥനയില്ല. ഇത്രേ ഉള്ളൂ. നമ്മൾ അന്ന് പിന്നെ അമ്മാമ്മ പറഞ്ഞല്ലോ, പിന്നെ വേണ്ട. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഞാൻ പറയാൻ വരുന്നത്, നമ്മുടെ നേതൃസ്ഥാനത്ത് നമ്മുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മളത് ഭംഗിയായിട്ട് ചെയ്യാത്തതിൻ്റെ അതിന് ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നെ പത്രോസും ചെയ്തത്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു പറഞ്ഞില്ല. ഐ ആം ഗോയിങ് ഫിഷിംഗ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മൾ തെറ്റിപ്പോകും. നമ്മുടെ നേതാക്കന്മാരൊക്കെ തെറ്റിപ്പോയാൽ ആ വഴിക്ക് അണികളെല്ലാം തെറ്റിപ്പോകും നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഇന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. ഇപ്പം ലെബനനിലുണ്ടാകുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. ഇറാഖിലും ഇറാനിലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അറിയാം. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഫ്രാൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രധാനമാണ്. പലപ്പോഴും യുദ്ധം നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ യുദ്ധം ഒന്നിനും നല്ലതല്ല. യുദ്ധം എവിടെ കൊണ്ട് തീർക്കുമെന്ന് അറിയാനൊക്കത്തില്ല. അതുകൊണ്ട് ചിലർ പറയുന്നുണ്ട് അമേരിക്കയിൽ ട്രംപ് വരുമെന്ന്. ട്രംപ് വരുന്നത് കൊണ്ട് വല്ല ഗുണങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലും. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നത് നോർത്ത് കൊറിയക്കാരനായ കിം ജോങ് ഉന്നാണ് എന്നുള്ളതും കൂടെ ഓർത്തോണം. അതുകൂടെ ഓർത്തോണം. എന്നിട്ട് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ട്രംപ് വരാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ലതാണ്. ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കിം ജോങ് ഉൻ. ഈ 2 പേരോട് ചേർന്ന് എന്തുമായിരിക്കും സ്ഥിതി? അതുകൊണ്ട് ദൈവം ലോകത്തെ സംരക്ഷിച്ചോണേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോണം. ഇതൊന്നും കണ്ട് ഇതെല്ലാം ലോകത്തെ 100 പ്രാവശ്യം നശിപ്പിക്കാനുള്ള ബോംബുകൾ ഇരിപ്പുണ്ട്, ഇവിടെ ആണവായുധങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചില്ല ഈ ദേശം നശിച്ചു പോകും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോയാൽ പ്രാർത്ഥനയിൽ വരുന്നവരെല്ലാം തെറ്റിപ്പോകും. ഒരു വീടിൻ്റെ അമ്മ തെറ്റിപ്പോയാൽ ആ വീട് മുഴുവൻ തെറ്റിപ്പോകും. ഒരു പള്ളിയിലെ അച്ഛൻ തെറ്റിപ്പോയാൽ ആ പള്ളി തെറ്റിപ്പോകുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചെയ്യും. അതെന്താ അച്ഛൻ അങ്ങനെ പോയില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കും. അച്ഛൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, പിന്നെ തന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് വിചാരിക്കും. ഇപ്പോൾ ഞാൻ പറയാണ് നമുക്ക് പ്രാർത്ഥന ഇനി പോലെ എല്ലാ മാസവും ഒരിക്കൽ മതി. അപ്പോൾ അച്ഛൻ അങ്ങനെ പറയും, പിന്നെ അതുപോലെ എന്ന് പറയുന്ന ആളുകളിവിടെ കൂടുതൽ വരും. അച്ഛൻ പറഞ്ഞല്ലോ വേണ്ടെന്ന്, പിന്നെ നിങ്ങൾക്ക് ഇത്ര നോക്കിയിടും, അച്ഛനൊക്കെ വലിയ ഭക്തിക്കാരാണ് എന്ന് നമ്മൾ തെറ്റിപ്പോയാൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വരും. ഒരു വീടിൻ്റെ അനുഭവത്തിൽ ഒരു പിതാവ് ഒരു മാതാവ് എന്നുള്ള നിലയിൽ ഇതെല്ലാം നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആലോചന ഞാൻ പറഞ്ഞത്, ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആലോചിച്ചും കണ്ടും പ്രാർത്ഥിക്കണം. നിനക്ക് ഈ ദൈവം തന്നേക്കുന്ന ഈ ബുദ്ധിയും കൂടി ഉപയോഗിക്കണം. ദൈവമേ, ലോകത്തിൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, ദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവൻ്റെ പട്ടിണി മാറാൻ വേണ്ടി മനസ്സിൽ നല്ല നല്ല സ്നേഹമുള്ള ആളുകൾ തിരഞ്ഞെടുക്കപ്പെടണം. നല്ല സ്നേഹമുള്ള ആളുകൾ മുന്നോട്ട് വരണം. ലോകം സ്നേഹം കൊണ്ട് നിറയണം. ഞാൻ ദോഹയിലൊരു ഹോട്ടലിൽ കഴിക്കാൻ പോയപ്പോൾ ഒരു കാട്ടിൽ ഒരാളെന്നെ കൊണ്ടുപോയി. ആ ഹോട്ടലിൽ കഴിക്കാൻ പോയപ്പോൾ ആ ഹോട്ടലിൽ മുഴുവൻ എഴുതി വെച്ചേക്കുന്നു നന്മ വിജയിക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു പൈസ ഇല്ലാതെ ഇവിടുന്ന് ഭക്ഷണം തരുമെന്ന് അറിയത്തില്ല. പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഞാൻ പൈസ കൊടുത്തില്ല, ഒരാൾ നല്ല പൈസ അയാൾ കൊടുത്തു കാണും.
അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നന്മ വിജയിക്കട്ടെ, നന്മ വിജയിക്കട്ടെ, നന്മ വിജയിക്കട്ടെ. നല്ല, ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്. അത് എഴുതി വെക്കാൻ സാധിച്ചല്ലോ. ഞാൻ പറഞ്ഞ നല്ല കാര്യം, നന്മ വിജയിക്കട്ടെ, ഒരു കുഴപ്പമില്ല. നന്മ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി 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 പ്രാർത്ഥനയോടുകൂടി ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കാന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ആ ഭാവം അവസാനിപ്പിക്കുമ്പോൾ 10ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് നിർത്താം. യഹോവ മനസ്സിയോടും അവൻ്റെ ജനത്തോടും ശരിക്കണം. ദൈവത്തിന് എപ്പോഴും അവൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു. മനസ്സിയോടും അവൻ്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ എന്ത് ചെയ്തില്ല. കാരണം ജനത്തിന് തെറ്റിപ്പോകുന്നതാണ് ഇഷ്ടം. ജനത്തിന് തെറ്റിപ്പോകുന്നതാണ് ഇഷ്ടം. നിങ്ങളെ ഒരു കാരണവശാലും കേട്ടോ അവരോട് നിങ്ങൾ മിണ്ടരുത് കേട്ടോ. നിങ്ങൾ ആ വീട്ടിൽ പോവുക പോലും ചെയ്യരുത്. അതാ നമുക്കിഷ്ടം. ശരിയാ, അതാ കറക്റ്റ്. നമ്മൾ പറയാണ്, നിങ്ങളെ ഇച്ചിരി ദ്രോഹിച്ചെങ്കിലും, നിങ്ങളെ ചീത്ത വിളിച്ചെങ്കിലും നീ അവരോട് അങ്ങ് ക്ഷമിക്കണം, നീ ആ വീട്ടിലൊന്ന് പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ അത്ര സുഖമല്ല. ശ്രദ്ധിക്കത്തില്ലത്, അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുകയല്ല. പറയാണ്, നിങ്ങളോട് ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങളിനി അങ്ങോട്ട് പോകണ്ട. ശരി, ആട്ടെ, ഇതും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പോകണ്ട. ദൈവം സംസാരിച്ച് ജനം ശ്രദ്ധിച്ചില്ലെന്നാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഞാൻ ദൈവവചനത്തെ എഴുതിയിരിക്കുന്നത് വായിക്കുന്നേ ഉള്ളൂ. പേടിപ്പിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്ന ആളല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ സ്വഭാവം അറിയാമല്ലോ, അങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു അറിയാം? ശ്രദ്ധിക്കാഞ്ഞോണ്ടാണ്. പല പ്രാവശ്യം ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ആകയാൽ യഹോവ അശൂർ രാജാവിൻ്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി അവർ മനസ്സെ എന്ത് ചെയ്ത് കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം എന്ത് ചെയ്തു? അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം തമ്പുരാൻ പല കാര്യങ്ങളോട് നമ്മളോട് ഇടപെടും, നമ്മളോട് സംസാരിക്കും. നമ്മളത് കേൾക്കണം. കേൾക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെതായ മാർഗം ഉണ്ടാവും. ദൈവത്തിൻ്റെ മാർഗം ഉണ്ടാവും. കർത്താവേ, ആ മാർഗത്തിലേക്ക് പോകാൻ ഇടയാക്കരുത് എന്നുള്ളതാണ്. പറയാനല്ല, എനിക്കറിയാം എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളെപ്പറ്റി എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് ചെയ്യും. അതുകൊണ്ടാണ് നിനവേക്കാർ പെട്ടെന്ന് കേട്ടു, നിങ്ങളുടെ ദേശം നശിച്ചു പോകും. എന്നാൽ പിന്നെ നശിക്കട്ടെ, അങ്ങനെയല്ല അവർ വിചാരിച്ച്. അങ്ങനെയാണോ? എന്നാൽ ഒന്ന് കാണണമല്ലോ. ഞങ്ങളുടെ അനുതാപത്തോടു കൂടി, കണ്ണുനീരോടുകൂടി ഞങ്ങൾ രട്ടിലും വെണ്ണീറിലും ഞങ്ങൾ കൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പം ദൈവം അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞതിനെപ്പറ്റി അനുതപിച്ചിട്ട് യോനയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എടാ, ഇന്നലെ ഉണ്ടായി ഇന്ന് പോയ ഒരു സാധനത്തെപ്പറ്റി നീ ഇത്ര അങ്ങ് ദണ്ണപ്പെടുകയാണെങ്കിലേ ഈ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഈ ജനത്തെ സംബന്ധിച്ച് എനിക്കൊരു വിചാരം വേണ്ടേ? ഇതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നല്ല കൃതജ്ഞതയുള്ളവരായിരിക്കണം, നല്ല നന്ദിയുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നല്ല വ്യക്തത ഉള്ളവരായിരിക്കണം. മനസ്സ് എന്ന് പറയുന്നത് ദൈവം ചെയ്ത നന്മകൾ മറന്നുപോയതാണ്. ദൈവം ചെയ്ത നന്മകൾ ഓർത്തിരിക്കുന്നവരും ദൈവത്തിൻ്റെ നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് ചെയ്യുന്ന തിന്മകളെ മറക്കുന്നവരുമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരുന്നത്. ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ കളിയാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. അത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുകയും, യോസഫ് എന്ന് പറയുന്നൊരു മനുഷ്യനെ സഹോദരന്മാർ എന്തുമാത്രം ഉപദ്രവിച്ചു, പൊട്ടക്കണിലിട്ടു. അതിനുശേഷം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. പക്ഷേ ഇതെല്ലാം ഒരു ഉയർന്ന സ്ഥാനത്തെത്തിയപ്പം നമ്മളാണെങ്കിൽ എന്ത് ചെയ്തതിനെന്ന് ആലോചിച്ചാൽ മതി, നിസ്സാരമായിട്ട്. പക്ഷെ അവിടെയും തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ നിന്ന് കരഞ്ഞെന്നാണ് പറയുന്നത് യോസഫ്, സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ സഹോദരനാണ് ഞാൻ. മനസ്സിലായി? ക്ഷമിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. തിന്മകളെ മറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നന്മകൾ ഓർക്കാൻ സാധിച്ചു, തിന്മകളെ മറക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ തക്കോണം നമുക്ക് ഇടയായിട്ട് തീരണം പ്രിയമുള്ളത്. അതുകൊണ്ടാണ് ഒരു ഇടവകയുടെ വളർച്ച എന്ന് പറയുന്നത്. ആ ദേശത്ത് എത്ര പേര് പട്ടിണിയില്ലാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് ആ ദേശത്തിൻ്റെ ഒരു ഇടവകയുടെ നന്മയെന്ന് പറയുന്നത്. ഒരു ഇടവക നല്ല ഇടവകയാണെന്ന് പറയുന്നത് ആ ഇടവകയിൽ കുറേ രൂപ എല്ലാവരും കൂടി തരുന്നത് അങ്ങനെയല്ല. ആ ഇടവകയിൽ മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത ആരും ഉണ്ടാകത്തില്ല. ഈ ഒരു ഇടവകയിലെ സാമ്പത്തികമായ പ്രയാസം കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരാരും ഉണ്ടാകത്തില്ല. ഒരു ഇടവകയിൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞും പഠിക്കാതിരിക്കത്തില്ല എന്ന് ഈ പള്ളി എന്ന് മനസ്സിലാക്കുന്നു. അന്നാണിത് നല്ല ഇടവകയായിട്ട് മാറുന്നത്. അല്ലേ നമ്മളിങ്ങനെ പാടി കൂടി നമുക്ക് പോകാനാണ് അങ്ങനായി മാറാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെല്ലാം തികഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നിട്ടാട്ടെ, അങ്ങനല്ല. നമ്മൾ മാർത്തോമക്കാരാണ്, നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തവരാണ്.
അതാണ് നമ്മൾ പിന്നെ എന്താ പറയുന്നത്, ഈ വാഴക്കുല വെട്ടി കൊണ്ടുവന്നിട്ട് ആ വാഴക്കുല വെട്ടി വിറ്റപ്പോഴുള്ള 5 രൂപ വന്നപ്പോഴാണ് അന്ന് ഒരു ഉപദേശി വീട്ടിൽ വന്നത്. ആ 5 രൂപ കൊണ്ട് പല ഉദ്ദേശങ്ങൾ അമ്മാമ്മയ്ക്കും ഉണ്ട്, അച്ഛനും ഉണ്ട്. ആ 5 രൂപ കയ്യിലിരിക്കുമ്പോഴാണ് ഒരു പാവം പിടിച്ച ഒരു ഉപദേശി ഒരു വേദപുസ്തകമൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വേർത്ത് ഒലിച്ച് ഒരു കീറി പറഞ്ഞ ഷർട്ട് വിട്ട് കർത്താവ് നല്ലവനെന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ആ ഇല്ലായ്മയിൽ പിള്ളേർ പട്ടിണിയാണെങ്കിലും സാരമില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധ എന്നിങ്ങനെ പറഞ്ഞ് കൊടുത്തവരാണ് മാർത്തോമ്മക്കാരെന്ന് പറഞ്ഞത്. അങ്ങനെ സ്നേഹിച്ചവരാണ്. നമ്മളിതൊക്കെ ഓർക്കണം കേട്ടോ, നമ്മളൊന്നും മറന്നു പോകരുത്. അതുകൊണ്ട് മനുഷ്യരെ പോലെയല്ല, നമ്മൾ മറക്കാത്തവരായി, ദൈവം ചെയ്ത നന്മകളെ മറക്കാത്തവരായി, നമ്മളോട് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള തിന്മകളെ ഒരിക്കലും ഓർക്കാത്തവരായി, അതെല്ലാം മറന്നു കളയുന്നവരായിട്ടും തീരുന്നത് നമുക്ക് ഇടയാണ്. അങ്ങനെ അപ്പോഴാണ് നമ്മളൊരു നല്ല ഇടവകയായി, നല്ല ആളുകളായി, നല്ല ജീവിതങ്ങളായി, നല്ല കുടുംബങ്ങളായിട്ട് മാറാനായിട്ട് നമുക്കിടയാകുന്നത്. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോഴേ ബീന പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന യേശു കർത്താവേ, മനോഹരമായ വിശുദ്ധ ദിവസത്തിൻ്റെ വൈകിയ സമയത്ത് ഒരുമിച്ച് കർത്താവേ, ഈ ആലയത്തിൽ നിന്ന് നിന്നെ ഒന്നുകൂടി ആരാധിപ്പാൻ ആയുസ്സിൽ നീ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ നീട്ടി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പല ഭവനത്തിലായിരുന്ന അടിയങ്ങൾ ഒരുമിച്ച് നിൻ്റെ നാമത്തിലായിരിക്കുന്നല്ലോ കർത്താവേ. നീ ചെയ്ത നന്മകളെ ഓർക്കുവാനും ജീവിതത്തിൽ കർത്താവെ നിന്നോട് അടുത്ത് ജീവിപ്പാനുള്ള കൃപകളെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിച്ച് ദേശത്തിൻ്റെ നന്മ അനുഭവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകൾ ധാരാളം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ, കുറവുകളുണ്ടപ്പാ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യമാകുന്നു ഞങ്ങളെ ഇവിടെ നിലനിർത്തുന്നത്. നിൻ്റെ ദയയാകുന്നു കർത്താവെ ഞങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നത്. കർത്താവെ നിൻ്റെ ദയയ്ക്ക് തക്കോണം കർത്താവെ നിൻ്റെ സന്നിധിയിൽ താണിരുപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓർക്കേണ്ടതിനെ ഓർത്തുകൊണ്ടും മറക്കേണ്ട കാര്യങ്ങളെ മറന്നുകൊണ്ടും ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിപ്പാനുള്ള കൃപ തരണമേ. കർത്താവെ ഞങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന അച്ഛനെ കുടുംബമായി നീ അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം നിൻ്റെ കൃപകളെ കൊണ്ട് നിറച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും നിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വൃഥായി ഇന്ന് വരുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏത് ആവശ്യമായിട്ട് നിൻ്റെ സന്നിധിയിൽ വന്നോ അവിടെയൊക്കെ നീ ഞങ്ങളുടെ കണ്ണുനീരിനെ മാനിച്ച് കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ഞങ്ങളോട് ഇടപെട്ട നല്ല ദൈവമാണ് കർത്താവേ. ഇന്നലെ വരെ ഞങ്ങളെ വഴി നടത്തി, ഇന്ന് ഞങ്ങളെ വഴി നടത്തി ദൈവമേ, നാളെയും വഴി നടത്താൻ നീ ശക്തനാണ് കർത്താവേ. വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ നീ ഓരോ കുടുംബങ്ങളെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തിലോ പ്രയാസത്തിലോ രോഗത്തിലോ ദുഃഖത്തിലോ കടഭാരത്തിലോ ഒക്കെ ആയിട്ടുള്ളവരുണ്ട് ദൈവമേ. മനുഷ്യരൊക്കെ മുഖങ്ങളെ കണ്ട് ഇവിടുന്ന് കടന്നു പോകും കർത്താവേ. ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ, ഒരു നിമിഷം താണിരുന്ന് കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം നിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചിട്ട് മടങ്ങിപ്പോകുവാൻ നീ ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കൂടി അടിയങ്ങൾ നിൻ്റെ പാദപീഠത്തിൽ ഇരിക്കട്ടെ, സന്നിധിബോധത്തോടെ ആയി തീരുവാൻ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു പാട്ട് പാടുന്ന സമയത്ത് ഇപ്പോഴും സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്ന അത്രേ. കാത്തുകൊള്ളേണം പാപങ്ങൾ പോക്കി എന്നെ വെണ്മയാക്കേണം, ശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ എന്ന് നിറയ്ക്കണം, നിന്നോമനയാക്കി മാറിലണയ്ക്കണം. ദിനം ദിനം തോറുമുള്ള എൻ്റെ ചില ചിന്തകൾ, എൻ്റെ പല വാക്കുകൾ നിനക്കരുതാത്തതാകയാൽ നാദ, ദിനം ദിനം തോറുമുള്ള എൻ്റെ ചില ചിന്തകൾ, എൻ്റെ പല വാക്കുകൾ നിനക്കരുതാത്തതാകയാൽ നാദ, എന്നെ നിൻ കയ്യിലെടുത്തു കാത്തുകൊള്ളേണം, പാപങ്ങൾ പോക്കി എന്നെ വെണ്മയാക്കണം. അനുദിനം അൻപോടെന്നെ നടത്തുന്ന കൃപയ്ക്കായി ആയിരം ആയിരം സ്തോത്രഗീതം അർപ്പിക്കുന്നിതാ നാദ. അനുദിനം അൻപോടെന്നെ നടത്തുന്ന കൃപയ്ക്കായി ആയിരം ആയിരം സ്തോത്രഗീതം അർപ്പിക്കുന്നിതാ നാദ, എന്നെ നിൻ കയ്യിലെടുത്തു കാത്തുകൊള്ളേണം,
പാപങ്ങൾ പോക്കി എന്നെ വെണ്മയാക്കേണം. വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വിശ്വാസത്തിൻ നായക, ആശ്വാസത്തിൻ ദായക, സ്നേഹം ദയ എന്നിലേകോ നാദ. വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വിശ്വാസത്തിൻ നായക, ആശ്വാസത്തിൻ ദായക, സ്നേഹം ദയ എന്നിലേകോ നാദ. എന്നെ നിൻ കയ്യിലെടുത്തു കാത്തുകൊള്ളണം. പാപങ്ങൾ പോക്കി എന്നെ വെണ്മയാക്കേണം. ശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ എന്നും നിറയ്ക്കണം. എന്നെ നിന്നോമനയാക്കി മാറിലണയ്ക്കണം. ശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ എന്നും നിറയ്ക്കണം. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് 4, 5, 6 പ്രാർത്ഥന യോഗത്തിലുള്ള ആളുകളാണ് അത് നേർ നൽകിയത്. അവരോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി ഞാൻ ഈ സമയത്ത് പറയട്ടെ. എല്ലാവർക്കും കാപ്പി ചായ ക്രമീകരിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ചായ ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. അല്ല ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അതിനും പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മുടെ സ്തോത്ര കാഴ്ച നമ്മൾ പ്രത്യേകം ഇടവകയുടെ ഒരു ഫണ്ടിൽ തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മാർച്ച് മാസം ആകുമ്പോഴേക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് മാർച്ച് മാസം നമുക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. 5-ാം ഞായറാഴ്ച ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത. നമുക്ക് അന്നേരം തീരുമാനിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 4, 5, 6 ഭാഗത്തുള്ള പ്രാർത്ഥനായോഗത്തിലുള്ള എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി ഞാൻ ഈ സമയത്ത് പറയുന്നു. പ്രാർത്ഥന ആശീർവാദത്തോട് നമ്മുടെ ഇന്നത്തെ ഈ സംയുക്ത പ്രാർത്ഥന അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത്രയും പേര് വന്നതിലും എനിക്ക് ഉള്ള പ്രത്യേകമായ സന്തോഷം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബേച്ചാന്ന് പ്രാർത്ഥിച്ചു വന്നിട്ട് ഞാൻ ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് അവസാനം. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹം നിറഞ്ഞപ്പ, ഈ വയ്യാറായ സമയത്ത് ഞങ്ങൾക്ക് പല ഭവനങ്ങളിലിരുന്ന് ഒത്തൊരുമിച്ച് ഭവനത്തിൽ ഒഴുകിക്കൊള്ളുവാനും കർത്താവെ നിന്നെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഇടയാക്കിയ കൃപകൾക്ക് വേണ്ടി നന്ദിയോടുകൂടി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കിട്ടുന്ന പല അവസരങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടിരിക്കുന്നതിന് വേണ്ടി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളുടെ സങ്കേതവും ഗോപുരവുമാണല്ലോ കർത്താവെ. എല്ലാ കാര്യവും ക്രമീകരിക്കുന്നവൻ അങ്ങാണല്ലോ. ഞങ്ങളുടെ കുറവുകളെയൊക്കെ കർത്താവെ പരിഹരിച്ച് എപ്പോഴും ഞങ്ങളെ ശക്തീകരിക്കുന്ന നിൻ്റെ കൃപകൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് 13 പ്രാർത്ഥന കൂട്ടങ്ങൾ ഒന്നിച്ചുകൂടി കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതിനു വേണ്ടി സ്തോത്രം. ദൈവമേ, ഇന്നത്തെ വചന കേൾവിയൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതിന് വേണ്ടി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്തു. കർത്താവെ, ഇതുവരെയും ഞങ്ങളെ നടത്തിയ എല്ലാ കൃപകൾക്കായും സ്തോത്രം. ദൈവമേ, നല്ല വചനങ്ങൾ അച്ഛനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ഞങ്ങളാരും നിൻ്റെ സന്നിധിയിൽ ഒന്നുമല്ല കർത്താവെ. നന്ദിയുള്ളവരായി ജീവിപ്പാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യയെപ്പോലെ ഓർക്കാത്തവരല്ല കർത്താവെ. എല്ലാ കാര്യവും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ നടത്തിയ വിധം കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ ശ്രേഷ്ഠമായ വിധത്തിലാക്കി തീർത്ത വിധങ്ങളെയൊക്കെ ഓർക്കുവാനും അതിൽ സന്തോഷം കൊള്ളുവാനും ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന അച്ഛനെ കുടുംബമായി നിൻ്റെ സന്നിധിയിലേക്ക് വയ്ക്കുന്നു. അങ്ങയുടെ ദാസൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുവാനും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ആയിരിക്കാനും ഇവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇനി ഞങ്ങൾ പിരിയുന്നു. പിരിയാത്തവനായി നീ കൂടെ ഇരിക്കണമേ. ഇനിയും ഞങ്ങൾ കൂടും വരെയും തിരുമേനിയുടെ അദൃശ്യമാകുന്ന കരങ്ങളിൽ ഞങ്ങളെ അവിടെ ചേർത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളാൽ നിറച്ചാട്ട് കർത്താവേ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ട് നിൻ്റെ വരവിനായി ഞങ്ങളെ ഓരോരുത്തരെയായി ഒരുക്കിയാട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയയോട് കേൾക്കുമാറാകണമേ. സുരക്ഷനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കണമേ. നിൻ്റെ രാജ്യം വരണം. നിൻ്റെ സ്രോതലെ പോലെ ഭൂമിയിൽ വാഴണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരുടെ വിശ്വസിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു വരണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ നിരന്തരമായ കാവൽ പ്രിയരെ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവിനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും അന്ത്യത്തോളം ക്രൂശിൻ്റെ ദർശനത്തോടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ചായ കുടിച്ചിട്ട് നമുക്ക് പിരിക്കും.